നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈയിടെയായിട്ട് എന്നും അടുപ്പിച്ച് കാണിക്കുന്നുണ്ട് ബഡ്ജറ്റ് റേറ്റിലുള്ള ടെസറിന്റെ ഒരു സ്വീകാര്യത എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പ്രത്യേകിച്ച് അറിയാം. ഞങ്ങളുടെ ഷോപ്പിലും ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി ഏരിയയിലും ഒക്കെ ടെസർ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സ്വീകാര്യ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ അത് ബഡ്ജറ്റ് റേറ്റിൽ ഉള്ള ഐറ്റമാണ് ഞാൻ ഈ 2 ദിവസമായിട്ട് ചുരിദാർ സെറ്റിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽ. ഇത് വരും ഇതിന്റെ ബോഡി നല്ല. നിങ്ങളിപ്പം നമ്മൾ ഈ ടെസറിന് ഇപ്പം ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ ഇരിപ്പുണ്ട് 5000, 6000 അങ്ങനെ ആ ഒരു റേറ്റിലേക്ക് വരുന്ന സാരി ചുരിദാർ സെറ്റാണ്. ടെസർ അറിയാമല്ലോ, എടുക്കുന്നവർക്കെല്ലാം അറിയാം. അപ്പൊ അത് തന്നെയാണ് അതിന്റെ. അതും ഇതും കൂടെ വെച്ച് നോക്കിയാൽ വ്യത്യാസമുണ്ട്. ഒബ്വിയസ്ലി വ്യത്യാസമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉറപ്പായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിന് നല്ല നല്ല എന്നാ പറയുന്നേ, റിപ്ലിക്കയാണ് ടെസറിന്റെ ശരിക്കും. ഇത് ആ റേറ്റും ഈ റേറ്റും കൂടെ വെച്ച് നോക്കണം, അതാണ് അതിന്റെ വ്യത്യാസം. പക്ഷെ ആ റേറ്റ് മുടക്കാൻ എല്ലാവർക്കും ഇഷ്ടമില്ല. പിന്നെ ആ റേറ്റ് മുടക്കിയാൽ തന്നെ അതെന്തോരം നമ്മൾ സൂക്ഷിക്കണം എന്നറിയാം, അതുപോലെ സൂക്ഷിക്കണം. അതൊന്നുമില്ലാതെ നമുക്ക് ബഡ്ജറ്റ് റേറ്റിലും ടെസർ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇടാൻ ഇഷ്ടമുള്ളവർക്കും ഇത് വാങ്ങിക്കാം. ഇത് വരും ബോട്ടം. ടോപ്പേ വന്നിട്ട് ഇതിലധികം വലിയ അലങ്കാരപ്പണിയുണ്ട്. ടെസറയിൽ ഒരുമാതിരി വരുന്ന ഇതിലൊക്കെ വലിയ അലങ്കാരപ്പണികൾ കുറവാണ്, കാരണം റേറ്റ് അങ്ങ് പോവും. ഇത് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ പോയിട്ട് അവിടെ ഇങ്ങനെ ബൂട്ടാസ് ഉണ്ടോ. ഇതാണ് ബോട്ടം ടെസറിന്റെ തന്നെയാണ്. ദുപ്പട്ടയും ടെസറിന്റെ തന്നെയാണ്. അത് പ്ലെയിൻ ആണ് ദുപ്പട്ട. ഇത് കണ്ടോ, പ്ലെയിൻ വന്നിട്ട് താഴ്ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു നെറ്റ് പോലത്തെ വർക്ക് കൊടുത്തിട്ട് അതിൽ ഒരു ചെറിയ സീക്വൻസിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുക. ഇങ്ങനെയാണ് വർക്ക് പോകുന്നത്. കണ്ടോ, ഇതാണ് ആദ്യത്തെ കളറ്. പീച്ച്, നല്ല പീച്ചിന്റെ നല്ലൊരു കളറ്. ഇത് റേറ്റ് കുറവാണേലും ടെസർ ആണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷ് മാത്രമേ പാടുള്ളൂ. മറ്റൊരു സ്വന്തമായിട്ട് വാഷ് ചെയ്യരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. നിങ്ങൾക്ക് അത്രമേൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താച്ചാൽ ചെയ്തു, കുഴപ്പമില്ല. ഇതടുത്തത് നല്ലൊരു ഡാർക്ക് പിങ്ക്, റാണി പിങ്കിന്റെ ഒക്കെ ഒരു വകഭേദം. അതാണ് ടോപ്പ്. ബോട്ടം ഇത് വരും. ദുപ്പട്ടതേന്റെ ഇങ്ങനെ വരും. കണ്ടോ, ഇതാണ് അടുത്ത കളറ്. ഈ പേസ്റ്റൽ കളർ വേണമെങ്കിൽ ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ. ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇത് വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡിയും ഫുള്ള് പ്ലെയിനാണ്. ഞാൻ ഫസ്റ്റിലത്തെ ഫുള്ള് നൂർത്ത് കാണിച്ചല്ലോ. നിങ്ങൾ ഇത്തലോട്ട് നോക്കാം. ടെസറിന്റെ ആ ഒരു ഫീല് കിട്ടുന്ന, ആ സ്റ്റഫിന്റെ ഫീല് കിട്ടുന്ന, അത് ശരിക്കും മനസ്സിലാകുന്നത്. ഡയറക്റ്റ് വന്നെടുക്കുന്നവർക്ക്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഷോപ്പിൽ വന്നെടുക്കുന്നവർക്ക് കറക്റ്റ് കണ്ടെടുക്കാം. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ വന്നെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓൺലൈനിൽ കാണിക്കുന്നത് ഓഫ്ലൈനിൽ എത്ര വരും എന്ന് എനിക്കറിയില്ല. ഇതാ അടുത്തത്. ഉണ്ടോ, ഇത് വാടാമുല്ല കളർ അല്ലെങ്കിൽ വൈൻ കളറ്. ഇത് ടോപ്പിൽ ഒരു ബുട്ടാസ് ഉണ്ട്. ബോട്ടം പ്ലെയിൻ ആണ്. ബോട്ടത്തിൽ നിങ്ങൾ പ്ലെയിൻ അത് തന്നെ, അല്ലാതെ ബോട്ടത്തിൽ നല്ല വർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ വെച്ച് ചോദിച്ചാൽ ടെസറിന്റെ മറ്റൊരു ടോപ്പായി. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. അടുത്ത കളർ ബ്ലൂ. ഇതുണ്ടോ, നല്ല പീക്കോക്ക് ബ്ലൂ. ടോപ്പ് ഇത്, ബോട്ടം ഇത്, ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. അടുത്തത് ഡാർക്ക് ലാവണ്ടർ. അയ്യോ സോറി, ഇത് മാറിപ്പോയി. ഇത് കാണിച്ചേക്കാം, എടുത്ത സ്ഥിതിക്ക് കാണിച്ചേക്കാം. എന്നാന്നറിയോ, അതിന്റെ ഇതിന്റെ ഡിസൈൻ ഒന്ന് തന്നെയാ. കണ്ടോ, ഡിസൈൻ വലിയ വ്യത്യാസമല്ലേ. ഇത് ബനാറസിയാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട് ബനാറസിയുടെ ഇതിപ്പോ സത്യത്തിൽ ഇത് കാണിക്കാൻ ഇരുന്നതല്ല. ഇത് കണ്ടോ, മുമ്പേ കാണിച്ച ടെസറിന്റെ ഡിസൈനും ഇതിന്റെ ഡിസൈനും ഒന്നാണ്. അപ്പൊ ടെസർ ആണെന്നോർത്ത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ്. പക്ഷെ ഇത് ടെസർ അല്ല, ഇത് ബനാറസിയാണ്. ഇതിന്റെ ദുപ്പട്ട കാണിച്ചു തരാം. ഇത് ടോപ്പ് കണ്ടാലും ബോട്ടം കണ്ടാലും ടെസർ ആണെന്ന് തന്നെ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ പിടിക്കുമ്പോൾ നമുക്കറിയാം ബനാറസി സിൽക്കിന്റെ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്തോരം ഉണ്ട്. ഇതൊരു എനിക്ക് 3 മീറ്ററെങ്കിലും ഉണ്ട് ബോട്ടം തയ്ക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് ബോട്ടം കണ്ടിട്ട് എനിക്ക് നമ്മള് മീറ്റർ മെഷർമെന്റ് എടുത്ത് നോക്കിയില്ല. ബോട്ടം വിത്ത് ലൈനിങ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലത് തന്നെയാണ്. ഉണ്ട് ലൈനിങ്ങും കൂടി ഉണ്ട്, ലൈനിങ് വെച്ച് തയ്ച്ചോ അല്ലെങ്കിൽ ടോപ്പായിട്ട് മാത്രം തയ്ക്കുക. അതിന്റെ ഷോൾ ഇതാ, ബനാറസിയുടെ ഷോള്. ബനാറസിയുടെ പുതിയൊരു സ്റ്റഫ് വന്നിരിക്കുന്ന, പുതിയൊരു ഡിസൈൻ വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗി. ഷോളിനൊക്കെ ഒന്നും ഉണ്ട്. ഇത് കണ്ടോ, ഷോൾ ഒരു സാരിയുടെ എത്രയുണ്ട്. ഇതുണ്ടോ, ഇങ്ങ് കിടക്കുക. ഷോൾ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്ക് ഇത് വെച്ചൊരു ടോപ്പ് തയ്ക്കാമെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പ് തയ്ക്കും. ഞാൻ പറഞ്ഞിട്ട് അത് തയ്ക്കും. ഷോളായിട്ട് ഇത് കളയണ്ട, നല്ല ബനാറസിന്റെ ടോപ്പായിട്ടിരിക്കും. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഒരു ഷോള്.
കണ്ടോ, നല്ലൊരു വാടാമുല്ല കളറ്. ടോപ്പ് ഇത്, അതിൻ്റെ ടോപ്പ് ഇത്. ബനാറസി സിൽക്കിൻ്റെ തന്നെ ബോട്ടം ഇത്. നല്ല നല്ല ഇതാട്ടോ. ബനാറസി സിൽക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യുവർ അല്ല, ഒരു സെമി ആയിട്ട് നിൽക്കും. കാരണം റേറ്റ് നിങ്ങൾ നോക്കണം, പ്യുവറിലേക്ക് പോകുമ്പോഴാണ് റേറ്റ് പോകുന്നത്. ഇത് അതിൻ്റെ തന്നെ ലാവണ്ടർ ഷെയ്ഡ്. ഇത് ടോപ്പ്, ഇത് ടോപ്പ്, ഇത് ബോട്ടം. ദുപ്പട്ട വരുമ്പോൾ എന്തേണ്ട്, ഇപ്പം ഞാൻ ആ കാണിച്ച ദുപ്പട്ട തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട. കണ്ടോ കണ്ടോ കണ്ടോ, നല്ല രസമല്ലേ? വൺ സൈഡൊക്കെ ഇട്ട് പുറകെ കൂടെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ ഉണ്ട്. എൻ്റെ ടാസിലൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ, അതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നതാ. കണ്ടോ, കൈകൊണ്ട് ചെയ്തെടുത്തിരിക്കുന്നതാ. അത് ഒരു സൈഡ് എടുത്ത് ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഇട്ട് നല്ല കുടുങ്ങുന്ന കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും. ഒരു സാധനം അങ്ങനത്തെ ഇരിക്കട്ടെ നമുക്ക്. ബനാറസിയുടെ ഒരു ഐറ്റം. ബനാറസി ചിലർക്ക് ഇത് ബനാറസി ചിലത്തെ നിറച്ചും ഹെവിലി വർക്കാ. ഒത്തിരി പേർക്ക് അത് ഇഷ്ടം. ഇത് നോക്കും, പക്ഷെ എന്ത് സിമ്പിളാണ്. ആ ഷോളെ മാത്രമേ ഉള്ളൂ ഇച്ചിരി വർക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.